വെറും 2 ട്രോളി ബാഗും ഒരു ബാക്ക് പാക്കും കൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് യുകെയിലേക്ക് വരുന്നത്. അന്ന് എനിക്ക് വേണ്ട ഏകദേശം ഒരു 4 പെയർ ഡ്രസ്സും, പിന്നെ ബാക്കി ഒരു ബാഗ് ഫുൾ ഫുഡ് ഐറ്റംസും, പിന്നെ കുറച്ച് 1 2 പാത്രങ്ങളും മാത്രമായിട്ടുള്ള വളരെ ചെറിയൊരു ലഗേജ് ആയിരുന്നു എൻ്റേത്. എറൗണ്ട് 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ 2 ട്രോളി ബാഗ് ഫുള്ള് ഇന്ന് ഡ്രസ്സാണ്. ആക്ച്വലി ഇതിന് വേണ്ടി ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എറൗണ്ട് 2024 ഏപ്രിലാണ് ഞാൻ എൻ്റെ സ്കൂൾ ജോബ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ഡെയിലി സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. വളരെ പ്രസൻറ്റബിൾ ആയിട്ട് നിൽക്കേണ്ടത് ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പുതിയ ഡ്രസ്സസ് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരേ ഒരു ഷോപ്പ് ചാരിറ്റി ഷോപ്പാണ്. എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ സൈസിലുള്ള പല ഡ്രസ്സുകളും 1 പൗണ്ടിന് അവിടെ അവൈലബിൾ ആയിരിക്കും. പലതും ബ്രാൻഡ് ന്യൂ ആയിട്ട് ടാഗ് പോലും മാറ്റാത്ത പല ഡ്രസ്സുകളും ഞാൻ ചാരിറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം ഡ്രസ്സസിന് വേണ്ടി ഞാൻ അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം 1 പൗണ്ട് കൊടുത്ത് വാങ്ങിച്ചു എന്ന് ഓർക്കുന്ന സമയത്ത് ഇന്ന് എനിക്കൊരു പുതിയ കടയിൽ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. വളരെ സിമ്പിളായിട്ടും ഹാപ്പി ആയിട്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും എൻ്റെ ഏകദേശം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ചാരിറ്റി ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് എന്തായാലും കുറച്ച് നല്ല ഡ്രസ്സസ് അങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങോട്ട് മാത്രം എടുത്താൽ പോരല്ലോ. അതുകൊണ്ട് പോയി വരാം.